നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതാ കണ്ടില്ലേ, ഇവരാണ് നമ്മുടെ പറക്കുന്ന ഹീറോകൾ, മണിത്താറാവുകൾ അഥവാ ഫ്ലൈയിങ് ഡക്ക്. ഇവരെ കണ്ടാൽ തന്നെ ഒരു എനർജി കിട്ടും അല്ലേ? പറക്കും, നീന്തും, നടക്കും, ഫുൾ ആക്റ്റീവ് ടീമാണിവർ. രാവിലെ തന്നെ ഇവറ്റകളുടെ കൂടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്താൽ മതി, അന്നത്തെ ദിവസം തന്നെ ഉഷാറാവും. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ പോലെ ഇവ ഒരു മണി തരുന്ന താറാവുകൾ തന്നെയാണ്. സാധാരണ രീതിയിൽ എല്ലാവരും ചെയ്യാറ് താറാവിൻ്റെ മുട്ടയെടുത്ത് 10 രൂപ അല്ലെങ്കിൽ 9 രൂപ തോതിൽ മാർക്കറ്റിൽ കൊണ്ട് വിറ്റ് പൈസയാക്കുകയാണല്ലോ. മണിത്താറാവിൻ്റെ കാര്യത്തിൽ നമുക്ക് മുട്ട വിറ്റ് ലാഭമുണ്ടാക്കുന്നതിനേക്കാൾ ലാഭം കുഞ്ഞിനെ വിറ്റ് ലാഭം കൊയ്യുന്നതാണ്. ഇതിൻ്റെ കുഞ്ഞിന് മാർക്കറ്റിൽ നല്ല വാല്യൂ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ആൺതാറാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറച്ചിക്ക് ഏറ്റവും ഉത്തമമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു താറാവിനം തന്നെയാണ് ഈ ഫ്ലൈയിങ് ഡക്ക്. അങ്ങേയറ്റം പോയാൽ ഒരു 6.5 കിലോ വരെ ഭാരം ഉണ്ടാകും കേട്ടോ ഇതിൻ്റെ ആൺതാറാവിന്. ഇനിയുമുണ്ട് കേട്ടോ ഇവരുടെ പ്രത്യേകതകൾ. ഇവരുടെ പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷിയാണ്. സാധാരണ നമ്മൾ കോഴിയെയും താറാവിനെയും ഒക്കെ വളർത്തുന്നത് പോലെ പെട്ടെന്ന് രോഗങ്ങൾ പിടിപെടാൻ ചാൻസ് കുറവുള്ള ഇനമാണ് ഈ മണിത്താറാവുകൾ. പലതരം കാലാവസ്ഥയിലും ഇവർ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. ഇവറ്റകൾ പക്ഷികൾ പറക്കുന്നത് പോലെ മുകളിലൂടെ പറന്നു പോകും കേട്ടോ. ചിലരൊക്കെ ഇവറ്റകൾ പറന്നു പോകാതിരിക്കാൻ വേണ്ടി ചിറക് കണ്ടിച്ചു വിടുന്നത് കണ്ടിട്ടുണ്ട്. ഒരു രീതിയിൽ ചിന്തിച്ചാൽ അതൊരു ക്രൂരത തന്നെയാണ്. നമ്മളിവിടെ അങ്ങനെ ചിറകൊന്നും കണ്ടിച്ചു വിട്ടിട്ടില്ല കേട്ടോ. അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. മുട്ടയിട്ട് തുടങ്ങുന്നത് വരെയേ ഇവറ്റകൾ ഇങ്ങനെ ആകാശത്തിലൂടെ പറക്കുകയുള്ളൂ എന്നും കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കത് വ്യക്തമായിട്ടറിയില്ല. അറിയാവുന്നവർ ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്ത് പറയണേ. ഇവറ്റകളെക്കുറിച്ച് ഇനിയുമുണ്ട് കേട്ടോ ഒരുപാട് പറയാൻ. അതെല്ലാം നമുക്ക് വഴിയേ പറയാം. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.